AFE ബോട്ട് എന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ബോട്ടിനെ കുറിച്ചുള്ള പ്രസൻറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AFE ബോട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ്. ഇവിടെ ഈ ഒരു ബോട്ട് ബൈനാൻസ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഈ ഒരു ബോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രേഡ് എടുക്കുകയും പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ ഒരുപാട് ബോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ AFE ബോട്ട് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. അതിന് പ്രധാന കാരണം AFE ബോട്ട് ഹെഡ്ജ് മോഡ് എന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ഹെഡ്ജ് മോഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ട്രേഡിംഗ് ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ AFE ബോട്ട് മാർക്കറ്റിന്റെ രണ്ട് വേയിലും അപ്പ് മൂവ്മെന്റ് ആണെങ്കിലും മാർക്കറ്റ് ഡൗൺ മൂവ്മെന്റ് ആണെങ്കിലും ട്രേഡ് എടുക്കുകയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഒരേ സമയം രണ്ട് സൈഡിലേക്കുള്ള അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും അല്ലെങ്കിൽ ബൈ സൈഡിലേക്കും സെൽ സൈഡിലേക്കുമുള്ള ട്രേഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയാണ് AFE ബോട്ട് തുടരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ബോട്ടുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് ഇതെല്ലാം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഡിജിറ്റൽ കറൻസീസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു വെർച്വൽ കറൻസിയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉപയോഗിച്ച് നമുക്ക് ലോകം മൊത്തം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ അതോറിറ്റിൻ്റെയും സഹായമില്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി യൂസേഴ്സിന് ക്രിപ്റ്റോ കറൻസീസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും വളരെ സെക്യൂർ ആയിട്ട്. പോപ്പുലർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ആണ് ബിറ്റ്കോയിൻ, എതേറിയം, BNB, USDT ഒക്കെ. ഇവിടെ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ്. നമ്മൾ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിച്ചുകൊണ്ട് അതിന് വില കൂടുന്ന സമയത്ത് അത് വിറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയെയാണ് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്താൻ വേണ്ടി സഹായിക്കുന്ന പ്ലാറ്റ്ഫോമുകളെയാണ് നമ്മൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. ബൈനാൻസ്, കോയിൻ ബേസ്, കുക്കോയിൻ, ഇങ്ങനെ ഒരുപാട് മേജർ എക്സ്ചേഞ്ചസ് നമുക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിന് വേണ്ടി അവൈലബിൾ ആണ്. ഈ എക്സ്ചേഞ്ചുകളിലെല്ലാം ട്രേഡ് ചെയ്യാൻ വേണ്ടി വിവിധ ട്രേഡിംഗ് പെയർസ് ഉണ്ടാവും. BTC, USDT, എതേറിയം, BNB, ഇങ്ങനെ പല കോയിൻ പെയറുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള പെയർസ് അവൈലബിൾ ആയിരിക്കും. ഇനി ട്രേഡിംഗ് തന്നെ സ്പോട്ട് ട്രേഡിംഗും ഫ്യൂച്ചർ ട്രേഡിംഗും ഉണ്ട്. സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അസറ്റ് ബൈ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നു ലോങ് ടൈമിലേക്കോ ഷോർട്ട് ടൈമിലേക്കോ, എന്നിട്ട് അത് വില കൂടുന്ന സമയത്ത് സെൽ ചെയ്യുന്നു. ഇങ്ങനെ പ്രോഫിറ്റ് എടുക്കുന്ന ആ ഒരു ട്രേഡിങ്ങിനെയാണ് നമ്മൾ സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചർ ആൻഡ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറേജ് കൂടി ഉപയോഗിച്ച് ലാർജർ എമൗണ്ട്, നമ്മുടെ കയ്യിൽ $100 ആണെങ്കിലും നമുക്ക് 10 ഇരട്ടി ലിവറേജ് ഉപയോഗിച്ച് $1000 ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ട്രേഡിങ്ങിനെയാണ് ഫ്യൂച്ചർ ആൻഡ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ ആൻഡ് മാർജിൻ ട്രേഡിംഗിൽ നമുക്ക് ഒരേ സമയം ബൈ ചെയ്യാനും പറ്റും, സെൽ ചെയ്യാനും പറ്റും. നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ വില കുറയുമ്പോഴായിരിക്കും നമുക്ക് പ്രോഫിറ്റ്, ബൈ ചെയ്യുകയാണെങ്കിൽ വില കൂടുമ്പോഴായിരിക്കും നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. ഇനി ഇവിടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ സാധാരണ മാനുവൽ ട്രേഡിംഗ് ചെയ്യാറുണ്ട്. മാനുവൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ട് അവർ ഡിസിഷൻ എടുത്തുകൊണ്ട് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനാണ് മാനുവൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേസമയം ബോട്ടുകൾ ഉപയോഗിച്ചോ ആൽഗോരിതം ഉപയോഗിച്ചോ ട്രേഡ് ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗിൽ നമ്മൾ ചാർട്ട്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്ന പ്രൈസ് മൂവ്മെന്റിനെ അനലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിന് അതിനെത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, അതിനെത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി മാർക്കറ്റിൽ നമുക്ക് പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ വോൾട്ടൈലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ ട്രേഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിന്, ആ ഒരു ലിക്വിഡ് എത്രത്തോളം ട്രേഡ് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് സെല് ചെയ്യാൻ പറ്റും, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് മാർക്കറ്റ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോഴത്തെ പ്രൈസിൽ തന്നെ സെല് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതിനാണ് മാർക്കറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് പോലത്തെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റവും ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ട്രേഡിങ്ങിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിനാണ് ഹോഡിൽ എന്ന് നോർമലി പറയാം, HODL എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആയിട്ട് ക്വിക്ക് ട്രേഡ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഒരേ സമയം ഓപ്പോസിറ്റ് പൊസിഷനിൽ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്ത് റിസ്ക് മാനേജ് ചെയ്യുന്നതിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് എക്സ്ചേഞ്ചസിൽ നമ്മൾ പോയിക്കൊണ്ട് സെല് ചെയ്യുന്നു. ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങി മറ്റൊരു എക്സ്ചേഞ്ചിൽ കൂടിയ പ്രൈസിന് വിൽക്കുന്നതിനാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്നുള്ളത്, ഇവിടെ ഹൈ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് ക്രിപ്റ്റോയിൽ. കാരണം വളരെ വോളറ്റൈലാണ് ക്രിപ്റ്റോ മാർക്കറ്റ്, വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ട്രേഡേഴ്സിന് ക്രിപ്റ്റോ ട്രേഡിങ്ങിലുണ്ട്.
ഗ്ലോബലി ആക്സസ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം ഉണ്ടായാൽ മതി. ഗ്ലോബലി ആക്സസ് ആണ്. ഗ്ലോബലി യൂസ് ചെയ്യുന്നു ക്രിപ്റ്റോസ്. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. ബാങ്ക്സോ മിഡിൽമാനോ ഒന്നുമില്ല. മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വരുന്നു എന്നുള്ളതും ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ മാനുവലായിട്ട് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചലഞ്ചസ് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ കുറേ സമയം മാർക്കറ്റ് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇമോഷണൽ ഡിസിഷൻസ്, നമ്മൾ ഫിയർ, ഗ്രീഡ്, നമുക്ക് അത്യാഗ്രഹം ഉണ്ടാവും, ഭയം ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ട്രേഡിംഗ് ഡിസിഷൻസിൽ നമ്മൾ ചിലപ്പോൾ ലോസ് വരാനുള്ള സാധ്യതയൊക്കെ നമുക്ക് മാനുവൽ ട്രേഡിങ്ങിലുണ്ട്. അതുപോലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് മാനുവലി നമ്മൾ അത് സെറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് ആണെങ്കിൽ, നമ്മളൊരു ബോട്ട് ഉപയോഗിച്ചുള്ള ട്രേഡിംഗ് ആണെങ്കിൽ 24/7 നമുക്ക് ട്രേഡിംഗ് നടക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇമോഷൻ ഫ്രീ ആണ്. അവിടെ ഫിയറോ ഗ്രീഡോ ഒന്നും ബോട്ടിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ആയിട്ടുള്ള ഡിസിഷൻസ് ബോട്ട് എടുക്കും. അതുപോലെ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, സ്പീഡ് ആയിരിക്കും ബോട്ട്. മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒക്കെ ഒരേ സമയം എടുക്കാനുള്ള കപ്പാസിറ്റി ബോട്ടിനുണ്ടാവും. അതുപോലെ നമ്മളൊരു നല്ല സ്ട്രാറ്റജി, റിലയബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഗുലർ ഇൻകവും ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിൽ ഉണ്ടാവും. ഇനി ഹെഡ്ജിങ്, നേരത്തെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ സമയം ബൈയും സെല്ലും ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് പൊസിഷൻസിൽ ലോങ്ങും ഷോർട്ടും അല്ലെങ്കിൽ ബൈയും സെല്ലും ഒരേ സമയം ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും താഴോട്ട് വന്നാലും നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ലോസിന്റെ റിസ്ക് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസ്ക് വോളറ്റൈൽ മാർക്കറ്റിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിന് വളരെ അനുയോജ്യമായ ഒരു സ്ട്രാറ്റജിയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു, ലോസിനെ അത് ലിമിറ്റ് ചെയ്യുന്നു. നല്ലൊരു ലോങ് ടേം ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി ഉള്ള സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജ് മോഡ് സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. വളരെ സേഫ് ആയിക്കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫണ്ട് ഒരിക്കലും AFE ബോട്ട് കീപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ ഫണ്ട് ബൈനാൻസിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ബൈനാൻസിന് ജസ്റ്റ് ഒരു API ഇൻ്റഗ്രേഷൻ, ട്രേഡ് ചെയ്യാനുള്ള അനുമതി മാത്രമാണ് കൊടുക്കുന്നത്. എനി ടൈം നമുക്ക് ബൈനാൻസിലുള്ള നമ്മുടെ ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേഡ് സ്റ്റോപ്പ് ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ബോട്ട് ട്രേഡിങ്ങിൽ വരുന്നത്. ഇവിടെ ഇത് വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു AI സോഫ്റ്റ്വെയർ ആണ് AFE ബോട്ട് എന്ന് പറയുന്നത്. 24/7 മാർക്കറ്റ് മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ നമുക്കൊരു കണ്ടിന്യൂസ് ഇൻകം AFE ബോട്ട് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. നമ്മൾ API ബൈൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബൈനാൻസുമായിട്ട് നമ്മൾ AFE ബോട്ടിനെ ബൈൻഡ് ചെയ്യുന്നു. അതിൽ വേണ്ട സെറ്റിങ്സ് എല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ വിഡ്രോവലിനുള്ള സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് ബോട്ടാണ്. നോ ഇമോഷൻസ്, നമുക്ക് അവിടെ ഒരു ഇമോഷൻസും വർക്ക് ചെയ്യുന്നില്ല. ബോട്ട് അവിടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കും. ലൈവ് ഡാറ്റ അനുസരിച്ചിട്ടാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ട്രേഡാണ് AFE ബോട്ടിൽ നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, AFE ബോട്ട് ഹെഡ്ജ് മോഡ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് മാർക്കറ്റിലുള്ള ഏത് ബോട്ടുകൾ എടുത്ത് നോക്കിയാലും അത് 1 വേ മോഡായിരിക്കും, ഒന്നില്ലെങ്കിൽ സെല്ല് അല്ലെങ്കിൽ ബൈ. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഇവിടെ ഹെഡ്ജ് മോഡിലുള്ള ഒരേ ഒരു ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 പൊസിഷനിലും എടുത്തിട്ടുണ്ടാവും. താഴെ വരുമ്പോൾ ഇത് ബൈയിലുള്ളത് ലോസും സെല്ലിലുള്ളത് പ്രോഫിറ്റും ആയിരിക്കും. ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടുന്ന് ആവറേജ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് AFE ബോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോങ്ങും ഷോർട്ടും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണം അവിടെ ലോസ് ആയി പോകുന്നില്ല. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ വരാൻ പോകുന്നില്ല. വളരെ ഹൈ പ്രൈസിൽ മാത്രമേ അത് ലിക്വിഡേറ്റ് ആവുള്ളൂ. ആ ഒരു പ്രൈസിലേക്കൊന്നും ഒരിക്കലും ആ കോയിൻ എത്താൻ പോകുന്നില്ല. നമ്മുടെ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. 10-30% വരെ പ്രോഫിറ്റ് മന്ത്ലി നിലവിൽ AFE ബോട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചീപ്പസ്റ്റ് കോസ്റ്റിലാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇനി നമുക്ക് ബോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ വേണം നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന്. മാത്രമല്ല ആക്ടിവേഷൻ ഫീ കൂടി വേണം ബോട്ടിൽ. അപ്പോൾ നമ്മൾ ബോട്ടിന് കൊടുക്കേണ്ടത് ഈ ഒരു ആക്ടിവേഷൻ ഫീ ആണ്. സബ്സ്ക്രിപ്ഷൻ ഫീ വരുന്നത് $60 ആണ് വരുന്നത് 180 ദിവസത്തേക്ക്. പിന്നീട് നമുക്ക് വരുന്നത് $100 സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് 365 ദിവസത്തേക്ക്. ഇതിൽ ഏത് സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് 180 ദിവസത്തെ ബോട്ടാണ് വേണമെങ്കിൽ $60 സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതുപോലെ 365 ദിവസത്തേക്ക് എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കാണ് നമുക്ക് ബോട്ട് വേണ്ടതെങ്കിൽ $100 സബ്സ്ക്രിപ്ഷനും നമുക്ക് എടുക്കാം. ശേഷം നമ്മൾ ബൈനാൻസുമായിട്ട് AFE ബോട്ട് API ബൈൻഡ് ചെയ്ത ശേഷം നമുക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പാസീവ് ആയിട്ടുള്ള ഇൻകവും ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകവും AFE ബോട്ടിലുണ്ട്. പാസീവ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ്. നമ്മളിവിടെ
ബൈനാൻസിൽ ഫ്യൂച്ചേഴ്സിൽ നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നു, നമുക്ക് വേണ്ട ക്യാപിറ്റൽ സ്പോട്ടിലാണ് കീപ്പ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ബോട്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എത്രയാണ് ക്യാപിറ്റൽ എന്നുള്ളത് നമ്മൾ ബോട്ടിൽ അത് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ $1000 എക്സാമ്പിൾ ആയിട്ട് ഒരു ക്യാപിറ്റൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫ്യൂച്ചേഴ്സിൽ ബാലൻസിൽ അത് ഉണ്ടാവും. അതിനുശേഷം ഹെഡ്ജ് മോഡിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ബൈ ഓർഡറും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ബൈ ഓർഡറും ഒരു സെൽ ഓർഡറും ഒരേ സമയം ഓപ്പൺ ചെയ്യുന്നു. അതിന് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഈ ലോങ് പൊസിഷനിലേക്ക് പ്രൈസ് അപ്പ് ആവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഏരിയ പ്രോഫിറ്റ് ആയിട്ട് വരുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, ആവറേജ് ചെയ്യുന്നു. അവിടെ വരുന്നതിനനുസരിച്ചിട്ട് ആവറേജ് ചെയ്ത് ട്രേഡ് എടുക്കുന്നു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. ഇനി അത് എക്സാമ്പിൾ അത് ഡൗൺ ആണ് മാർക്കറ്റ് വരുന്നത്, ഈ ഷോർട്ട് പൊസിഷൻ ഏരിയ പ്രോഫിറ്റ് ആവുന്നു, അവിടെയും ആവറേജ് ചെയ്തിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ മാർജിൻ USDT വളരെ ചെറിയ മാർജിനാണ് ഉപയോഗിക്കുന്നത്, ലിവറേജ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ലിക്വിഡേഷൻ പ്രൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇവിടെ 90,910 BNB കോയിൻ മാത്രമാണ് ഇവിടെ ഈ ഒരു ബോട്ട് ട്രേഡ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. BNB മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. BNB കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $90,000 എത്തിയാൽ മാത്രമാണ് ഈ ഫണ്ട് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്ത് പോകുള്ളൂ, അല്ലെങ്കിൽ മുഴുവൻ ലോസ് ആവുള്ളൂ. ഒരിക്കലും നമുക്കറിയാം BNBയുടെ പ്രൈസ് 90,000 ആവാൻ പോകുന്നില്ല. കാരണം BTCയുടെ പ്രൈസ് കിടക്കുന്നത് അത്രയാണ്. അപ്പോൾ അതിലേക്കൊന്നും BNB ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡേഷൻ എന്നുള്ള സാധ്യത ഇവിടെ വരുന്നില്ല എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഈ ഒരു ബോട്ട് ഡെവലപ്പ് ചെയ്ത ടീം BNB കോയിനിൽ ഹെഡ്ജ് മോഡിൽ ട്രേഡ് ചെയ്ത് ആ ഒരു സ്ട്രാറ്റജിയാണ് അവർ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. 7 മാസത്തോളമായിട്ട് വളരെ നല്ല രീതിയിൽ റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടാണ് AFE ബോട്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് RSI ഉപയോഗിക്കുന്നുണ്ട്. RSI അനുസരിച്ചിട്ടാണ് ഇവിടെ ആവറേജിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ലൈവ് ഡാറ്റ ഉപയോഗിക്കുന്നു. അതുപോലെ മാസ്റ്റർ ക്ലോസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഹെഡ്ജ് മോഡാവുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് എപ്പോഴും ലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലോസ് എന്ന് പറയുന്നത് ഒരു മിനിമലായി വരുന്ന സമയത്ത്, ഏറ്റവും കുറവ് ലോസ് ആകുമ്പോൾ അവിടെ അത് മാസ്റ്റർ ക്ലോസ് ചെയ്ത് വീണ്ടും ഹെഡ്ജ് മോഡിൽ വീണ്ടും പുതിയ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് നമുക്ക് മന്ത്ലി ഒരു 10 to 30% നിലവിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10%. ക്യാപിറ്റൽ ഒരു $1,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ബൈനാൻസിൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആവറേജ് മന്ത്ലി $100 പ്രോഫിറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ 6 മാസത്തേക്ക് നമുക്ക് $600 പ്രോഫിറ്റ് ഉണ്ടാവും. ഇനി അത് ഒരു വർഷത്തേക്കാണെങ്കിൽ നമുക്ക് $1,200 പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ബോട്ട് ആക്ടിവേഷൻ ആനുവലി വരുന്നത് $100 ആണ്. നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ നമ്മളൊരു 5 വർഷത്തേക്ക് കോമ്പൗണ്ടിങ് ആയിട്ട് വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് വരും എന്നത് ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ $1,000 ആണ് ഫസ്റ്റ് മന്ത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം $100 ആയിരിക്കും. മന്ത് എൻഡിൽ $1,100 ക്യാപിറ്റൽ ആവുന്നു. നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ $1,100 ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അടുത്ത മാസം 110 ആയിരിക്കും. ഇങ്ങനെ ആഡ് ചെയ്ത് ഇയർ എൻഡിൽ $3,138 ടോട്ടൽ നമുക്കുണ്ടാവും ക്യാപിറ്റൽ അടക്കം. അതിൽ $100 നമ്മൾ വീണ്ടും ബോട്ട് ആക്ടിവേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3,038 നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ ക്യാപിറ്റലായിട്ടുണ്ടാവും. അതിങ്ങനെ ഓരോ മന്തും ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു മന്ത് എൻഡിൽ 9,535 ഉണ്ടാവും. പിറ്റത്തെ ഇയറിൽ നമുക്ക് വരുന്നത് 9,435 ആണ്. അതിങ്ങനെ ആഡ് ചെയ്ത് വരികയാണെങ്കിൽ അത് 29,613 ആയിട്ട് ആ ഒരു ഇയറിൽ ഉണ്ടാവും. അവിടെ വീണ്ടും ആഡ് ചെയ്ത് വരികയാണെങ്കിൽ 4ാമത്തെ വർഷം എൻഡിൽ $92,000 ഉണ്ടാവും. പിന്നീട് അത് വീണ്ടും ആഡ് ചെയ്ത് വരികയാണെങ്കിൽ 5ാമത്തെ വർഷം എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് $2,90,000 അവിടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ, നമ്മുടെ $1,000 ക്യാപിറ്റൽ 5 വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 10% മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ പോലും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിങ് പവർ ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര ഈ ഒരു സിസ്റ്റത്തിൽ സമ്പാദിക്കണം എന്നുള്ളത്. കഴിഞ്ഞ മാസത്തെ പ്രോഫിറ്റിൻ്റെ ഡേറ്റയാണ് കൊടുത്തിട്ടുള്ളത്. ഫെബ്രുവരി മാസത്തെ പ്രോഫിറ്റ് ഓരോ ദിവസത്തെയും കാണാൻ പറ്റും. പല ആളുകളുടെയും അക്കൗണ്ടാണത്. അതിൽ ഇടയ്ക്ക് ലോസും നിങ്ങൾ കാണാൻ പറ്റും. അത് മാസ്റ്റർ ക്ലോസ് ചെയ്യുമ്പോഴുള്ള ലോസാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇതൊരു $1,000 ക്യാപിറ്റലുള്ള അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റാണ്. ഇനി നമുക്ക് ആക്റ്റീവ് ഇൻകം അടുത്തൊരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. AFE ബോട്ടിൽ ഏതൊക്കെ ആക്റ്റീവ് ഇൻകം ആണുള്ളത്, 6 രീതിയിലുള്ള ആക്റ്റീവ് ഇൻകം ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.